പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ലോവർ അബ്ഡോമിനിൽ ചെയ്യുന്ന എക്സസൈസ്, നമ്മുടെ റെക്ടസ് അബ്ഡോമിൻ, അതേപോലെ നമ്മുടെ സിക്സ് പാക്കിന് വേണ്ടി ചെയ്യുന്ന വ്യായാമങ്ങൾ ശരിയായ രീതിയിൽ തന്നെയാണോ ചെയ്യുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. സാധാരണഗതിയിൽ നമ്മൾ ലോവർ ബാക്ക് എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത് ലെഗ് റൈസസും അതേപോലെ സിസേഴ്സ് കിക്ക് ബാക്കും അതേപോലെ ബൈസിക് ക്രഞ്ചസ് അങ്ങനെയുള്ള എക്സസൈസുകളൊക്കെയാണ്. ഈ എക്സസൈസ് കൊണ്ട് നമുക്ക് ശരിയായ രീതിയിൽ റെക്ടസ് അബ്ഡോമിനെ ലെങ്തനും ഷോർട്ടനിങ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ സിക്സ് പാക്ക് മസിലായിട്ടുള്ള റെക്ടസ് അബ്ഡോമിനൽ മസിൽസ്. ഈ മസില് ഒറിജിൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ പെൽവിക്കിലുള്ള പ്യൂബിക് സിംഫൈസസ് എന്ന് പറഞ്ഞിട്ടുള്ള റീജനിലാണ്. ഇവിടെ ഇത് ഒറിജിൻ ചെയ്യും. അത് നേരെ ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ റിബ്സിൽ തൊറാസിക്കിൽ T5-ലും T7-ലും ആയിട്ടാണ്. ഈ മസിലിനെ നമ്മൾ ഐസോട്രോണിക് എക്സസൈസ് ചെയ്താലാണ് ഈ മസിൽ നമുക്ക് സ്ട്രെങ്ത് ചെയ്യാൻ പറ്റും. അതായത് ഈ മസിലിനെ ഷോർട്ടും ലെങ്തനിങ് ചെയ്താൽ മാത്രമേ ഏതൊരു മസിലായാലും അതിനെ നമുക്ക് സ്ട്രെങ്ത് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ലെഗ് റൈസ് ചെയ്യുമ്പോൾ നമ്മുടെ തൈ ബോൺ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമറസ് ബോണാണ്. നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലിയ നീളം കൂടിയ ബോണാണ് ഹ്യൂമറസ് ബോൺ. ഇത് ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ പെൽവിക്കിലെ രണ്ട് സൈഡിലായിട്ടാണ്. അപ്പോൾ ഈ ഒരു ലെഗ് റൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ റെക്ടസ് അബ്ഡോമിനെ കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ മനസ്സിലാവും. തീരെ സാധിക്കില്ല എന്നല്ല, ഇവിടെ ലോഡ് വരുമ്പോൾ ഈ പെൽവിക്കിലൊരു ലോഡ് വരും. അപ്പോൾ ചെറിയ രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിനെ നമുക്ക് കിട്ടുമെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് നമുക്ക് കിട്ടില്ല, ലെഗ് റൈസ് കൊണ്ട് കിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ റെക്ടസ് അബ്ഡോമിൻ എങ്ങനെ സ്ട്രെങ്ത് ചെയ്യണം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു 2 എക്സസൈസ്, ലോവറും അബ്ഡോമിൻ്റെ 2 എക്സസൈസ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. നമ്മൾ ആദ്യം തന്നെ ഈ സുപ്പൈൻ പൊസിഷനിൽ കിടക്കുക. സുപ്പൈൻ പൊസിഷനിൽ കിടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഹിപ്പ് 90 ഡിഗ്രി ഫ്ലെക്സ് ചെയ്യുക. ഹിപ്പ് 90 ഡിഗ്രി ഫ്ലെക്സ് ചെയ്താൽ നീ 90 ഡിഗ്രി ഫ്ലെക്സ് ചെയ്യുക. ഈ രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് നമ്മുടെ അബ്ഡോമിന് ഉള്ളിലേക്ക് സ്കൂപ്പ് ചെയ്യും. സ്കൂപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ നേവൽ ബട്ടൺ ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഇവിടെ അർത്ഥമായിട്ട്. നേവൽ ബട്ടൺ ഇതേപോലെ പിടിച്ചു, അതായത് നമുക്ക് ബാക്കില് ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല, ആർച്ച് ഉണ്ടാകാൻ പാടില്ല. ബാക്കിൽ ആർച്ചില്ലാണ്ട് നിൽക്കണമെങ്കിൽ നമ്മൾ അബ്ഡോമിനുള്ളിലേക്ക് വലിച്ചു പിടിക്കണം. അതേപോലെ പെൽവിക് അൈനസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഈ പൊസിഷനിൽ നിന്ന് കഴിഞ്ഞാൽ അത് നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുക. ഫസ്റ്റ് ബ്രീത്ത് ഇൻ ചെയ്തതിന് ശേഷം നമ്മൾ പെൽവിക് റോൾ ചെയ്തുകൊണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്യും. നല്ല താത്തുമ്പോൾ ബ്രീത്ത് ഇൻ. ശരിക്കും പെൽവിക് റോളിംഗ് ആണ് നടക്കുന്നത്. അതിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്യും. അതായത് നമ്മുടെ ഐസോട്രോണിക് എക്സസൈസിൽ മസിലിൽ ലെങ്ത് ആകുന്നതും ഷോർട്ട് ആകുന്നതും നമ്മുടെ ബ്രെയിനിൽ സങ്കല്പിച്ചു കൊണ്ട് തന്നെ ഈ എക്സസൈസ് എന്നാൽ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. അത് നമ്മുടെ അപ്പർ അബ്ഡോമിനൽ അറിഞ്ഞാണ്. അതായത് നമ്മുടെ റെക്ടസ് അബ്ഡോമിനൽ ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത് T5-ലും 7-ലും. അപ്പൊ ആ T5, 7-ന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ടേക്ക് 1 3 4 5. നമ്മൾ വ്യായാമം ചെയ്യാതിരിക്കുക എന്നതുപോലെ തന്നെ വളരെ ഗുരുതരമായ തെറ്റാണ് വ്യായാമം അറിയാതെ ചെയ്യുന്നത്. നമ്മുടെ ലോവർ അബ്ഡോമിനലിന്റെ എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എക്സസൈസ് ചെയ്യുന്നതിലല്ല കാര്യം. ഏതൊരു മസിലിന് എക്സസൈസ് ചെയ്യുന്നു ആ മസിൽസിന്റെ ഒറിജിൻ എവിടെയാണ്, ഇൻസെഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കി ആ മസിലിന് കൃത്യമായിട്ട് ഐസോട്രോണിക് എക്സസൈസ് ലഭിക്കുന്ന രീതിയിൽ വ്യായാമം ചെയ്യുന്നിടത്ത് തന്നെയാണ് നമ്മുടെ മസിൽ സ്ട്രെങ്ത് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പപ്പെട്ട വഴി. ഒരുപാട് ലോവർ അബ്ഡോമിനൽ എക്സസൈസ് ചെയ്താൽ അത് നമ്മളെ പെൽവിക്കിനെയും ഹിപ്പിനെയും ഭാവിയിൽ ഇഞ്ചുറി ആക്കും എന്നതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് വ്യായാമം അറിഞ്ഞു ചെയ്യുക എന്ന് പറഞ്ഞു.